സ്തോത്രം സമ്പൂർണ്ണ. ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ബുധനാഴ്ചത്തെ വീഡിയോ ആണ്. നീരപ്പ സ്കൂളൊക്കെ വിട്ട് വന്ന് സമാധാനത്തിൽ ഒരു വീഡിയോ എടുത്താൽ ഇന്ന് രാവിലെ തന്നെയല്ലേ കാണിക്കുന്നത്. എനിക്ക് തന്നെ കാണുമ്പോൾ മടുപ്പായി തുടങ്ങി. അപ്പം ഞാനൊന്ന് വൈകിട്ടത്തേക്ക് പിടിച്ചതാ. സ്കൂളിൽ നിന്ന് വന്നപാടെ മേലൊക്കെ കഴുകി ചായയൊക്കെ കുടിച്ച് അവിടെ കെടുപ്പ് തന്നെയായിരുന്നു കാർട്ടൂണൊക്കെ കണ്ടിട്ട് കേട്ടോ. പിന്നെ മെല്ലെ പുറത്തിറങ്ങിയൊന്ന് നടക്കാൻ വെച്ച് നിച്ചുവിൻ്റെ അവിടേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ച അവന് വയ്യ പറഞ്ഞ് അങ്ങനെ കിടന്നു. പിന്നെ നമ്മൾ വെറുതെ ഒന്ന് മുറ്റത്ത് കാറ്റൊക്കെ കൊണ്ട് നടക്കാൻ വെച്ചിട്ട് ഇറങ്ങിയപ്പോഴാണ് മിനിയാൻ്റെ അവിടേക്ക് നീരപ്പം അങ്ങോട്ട് പോയി. അപ്പം ഞാൻ വിചാരിച്ചു 2 റൗണ്ട് നടക്കാമെന്ന്. അതിൻ്റെ ഇടയിൽ നീരപ്പൻ്റെ വർത്താനൊക്കെ കേട്ടിട്ടേക്ക് ചിരി വരുന്നുണ്ട്. എന്തോ ക്ലാസ്സിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. മിനിയാൻ്റെ അതിൻ്റെ കൂടെ തന്നെ താപ്പ് നിൽക്കുന്നുണ്ട്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീരവ് മിനിയാൻ്റെ അവിടേക്ക് പോയിക്കാണേ. ഇപ്പോൾ വൈകിട്ടാണ് 5 മണി. ഇന്നലെ വീഡിയോ ഇട്ടതിൽ അതുകൊണ്ട് അവങ്ങനെ പരാതി പറച്ചിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കാണുന്നവര് ഇപ്പം 2 പേരായി ചോദിക്കണു നിന്നോട് ആരെ പരാതി നിന്നെ ആരെ ചീത്ത വളർത്തിയതൊക്കെ. അപ്പം ഞാൻ വീഡിയോ കാണുന്നുണ്ട് എല്ലാവരും. എന്നിട്ട് കൊടുത്തോ മമ്മിക്ക്? നീരവും മമ്മി നാട്ട പിന്നെ ആൻറ്റീനെ വിളിക്കുക. അതെന്തോ അവനെ വന്നോ കിട്ടിയതാ അല്ലേ കുഞ്ഞാ. പിന്നെ ആൻറ്റിയൊക്കെ മാറി മമ്മി. ഞങ്ങൾ വന്ന പാടെ എല്ലാവരെയും ചേച്ചി ചേച്ചി എന്നാണ്. നമ്മുടെ തൃശ്ശൂരിലൊക്കെ അങ്ങനെ കേട്ടോ ഞാൻ വിളിച്ച് പഠിച്ചേക്കണ്. ആൻറ്റിന്നൊന്നും അങ്ങനെ വിളിക്കാൻ ചമ്മല. അപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ മിനിയേച്ചി ഇത് വിളിക്കണ കേട്ടപ്പോൾ മിനി ആൻറ്റി പറഞ്ഞു അയ്യോ ഇത്ര പ്രായം അല്ല എൻ്റെ അമ്മയുടെയൊക്കെ ഏകദേശം പ്രായം ഉണ്ടായിരിക്കും. അപ്പം എന്നെ ചേച്ചിന്നൊന്നും വിളിക്കണ്ട ആൻറ്റീന്ന് വിളിച്ചാൽ മതി ഇതൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം നീരവനെ കൊണ്ട് ആൻറ്റീന്ന് വിളിപ്പിച്ചപ്പോൾ ആൻറ്റീന്ന് വിളിക്കണ്ട ആൻറ്റി അമ്മീന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ആ സമയത്ത് ആൻറ്റി അമ്മയെന്നൊന്നും വിളിക്കാറായിട്ടുണ്ടായിരുന്നില്ല. അംഗൻവാടിക്കൊക്കെ പോയി തുടങ്ങിയപ്പോഴത്തിരി വർത്താനം പറയാൻ തുടങ്ങിയത്. അപ്പോൾ പിന്നെ അവൻ എവിടെ നിന്നോ കിട്ടിയതാ മമ്മീന്നൊക്കെ അങ്ങനെ ആൻറ്റി അമ്മീന്ന് നീട്ടി വിളിക്കേണ്ടത് വിചാരിച്ചിട്ട് അവൻ മമ്മീന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നെ മിനി ആൻറ്റിക്ക് അത് ഇഷ്ടമാണ്, എനിക്കിഷ്ടാട്ടാ. എന്തോ നല്ല അറ്റാച്ച്മെൻറ്റ് കൂടുതലുള്ളവരേനെ അങ്ങനെ ഇവിടെ എല്ലാവരോടും അറ്റാച്ച്മെൻറ്റ് ഉണ്ട്. എന്നാലും ഇവൻ്റെ കളിക്കൊക്കെ നിൽക്കുക മിനി ആൻറ്റിയാണ് എല്ലാ കാര്യങ്ങൾക്കും. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. രാത്രി ആയാലും പകലായാലും എപ്പോഴും അവരോട് എന്തെങ്കിലുമൊക്കെ അടുത്തുണ്ടെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയാൻ മിനി ആൻറ്റി സത്യമാമിനെ കേട്ടോ. ഡോർ തുറന്ന് കഴിഞ്ഞാൽ നേരെ സത്യമാമ അവനെ വിളിക്കാൻ തുടങ്ങും അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് മമ്മീന്ന് വിളിക്കുമ്പോൾ എനിക്കും ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ വിളിക്കണത്. ഞാനും പിന്നെ അങ്ങനെ വിളിച്ചോ. പിന്നെ ഞാനും പറയും മമ്മീനോടും അങ്ങനെ പറയും ഇങ്ങനെ പറയും എന്നൊക്കെ പറയും. അപ്പോൾ ഭയങ്കര സെറ്റാട്ടോ അവർ. എവിടെ സുന്ദരി? ഒരാളും കൂടെ ചത്തൂട്ടോ. ഇപ്പം ഇവർ 2 പേരുള്ളതിൽ. അയ്യോ ഇതിൻ്റെ ഉള്ളിക്ക് കയറ്റല്ലേ കണ്ണ. കത്തറിങ്ങോട് തന്നോ. കളിയൊക്കെ പുറത്തിരുന്നിട്ട് കേട്ടോ. ഞാൻ കടിച്ചു വരാൻ പോവും. അപ്പം വിളക്ക് വയ്ക്കും. ഇരുട്ടാവില്ല. വിളക്ക് വെച്ചിട്ടേ ഇരുട്ടാവുള്ളൂ. ആ കളിപ്പാട്ടം പുറത്ത് കൊണ്ടുവച്ചോളോ കേട്ടോ. കരടാക്കരുത്, വെള്ളാക്കരുത്. സ്റ്റവോ എന്തിനാ? എന്താ ഉണ്ടാക്കാൻ പോണ്? മുട്ടക്കറിയോ? മുട്ടക്കറി. ഹായ് വേഗം ഉണ്ടാക്കുക. അപ്പം ചപ്പാത്തി ഞാൻ ഉണ്ടാക്കാം. നീ മുട്ടക്കറി വെച്ചോ കേട്ടോ. എങ്ങനെയാ മുട്ടക്കറി ഉണ്ടാക്കണേ? അതെയോ? ഓ അമ്പടാ ഇതില് അതൊക്കെ കേടായിടാ. ആ നീ കളിച്ചോട്ടാ.
ഓക്കെ നിക്ക്. അയ്യോ നീ ആ തടമോളടക്കം അങ്ങോട്ട് എടുത്തോണ്ടൊക്കോ. പ്ലേറ്റും മൃഗങ്ങളുടെയും. നീരവന് ഫാമുണ്ട് ഗൈസ്. പശുണ്ട്, ജിറാഫുണ്ട്. ഇത്ര മതിയോ? ഇതെന്നെ കൊണ്ടുപോയി അവിടെ വെച്ചോടാ. ഇതൊക്കെ അവന്റെ കളിപ്പാട്ടങ്ങൾ. അതെ, ഏതിന്റെ മുട്ട? പശുവിന്റെ മുട്ടയോ? ആടിന്റെ പാലല്ലേടാ. നീയല്ലേ പറയാ ഗോട്ട് മിൽക്ക്. ഗോട്ട് മിൽക്ക്. അവിടെ നീങ്ങിയ അത് അവിടെ കൊണ്ടുവന്ന് വെച്ച് തരാം. എന്താ കുട്ടിയുടെ കിച്ചൺ അവിടെ അടുത്ത് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ കളിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഉണ്ടല്ലോ. അപ്പോൾ കളിച്ചു. ഞാൻ വേഗം അടിച്ചു വാരിയിട്ടെ വിളക്ക് വയ്ക്കാൻ നോക്കട്ടെ. അവൻ സ്കൂളിൽ നിന്ന് വന്നതിന് തൊട്ട് മുന്നേ ഞാൻ അവിടെ അടിച്ചു വാരി തുടച്ചിട്ടതാട്ടോ. പിന്നെ അവൻ വന്നതിന് ശേഷം മറ്റേ സംഭവമില്ലേ ദശാംഗം, അത് കത്തിച്ചപ്പോൾ കുറച്ച് പൊടി താഴെ വീണിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ കൂടി കഴിഞ്ഞപ്പോൾ ബിസ്ക്കറ്റ് പൊടി അത് ഇതൊക്കെ അവിടെ വീണിട്ടുണ്ട്. അപ്പോൾ അടിച്ചോരി എടുക്കുകയാണ് കേട്ടോ. അയ്യോ മുട്ട മറ്റേ ഇവിടെ ഞാനേ കുളിച്ചിട്ട് വരാം കേട്ടോ. കുളിച്ചിട്ടല്ല മേല് കഴുകിയിട്ട് വരാം. വിളക്ക് വയ്ക്കാറായി. 6 മണിയാവും. ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് വരുമ്പോഴേ നീരപ്പ അവിടെ വന്ന് ചോദിക്കുന്നുണ്ട്, ഇരുട്ടാവാറായോ? 6 മണിയാവുമ്പോൾ ഇപ്പോൾ ഇരുട്ട് പെട്ടെന്നാവണുണ്ടല്ലോ. അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇരുട്ടൊന്നും ആവില്ല, നീരൊന്ന് കളിച്ചോ. അവൻ നല്ലോണം വെള്ളത്തിലൊക്കെ കളിക്കും കേട്ടോ. കറി വയ്ക്കുമ്പോൾ എപ്പോഴും വെള്ളം വേണം. അപ്പോൾ അതെടുത്ത് ഉള്ളിൽ കയറ്റി ഒഴിച്ചാലേ പിന്നെ നടക്കണോടത്ത് മുഴുവൻ വെള്ളം പോയി കഴിഞ്ഞാൽ അവൻ തന്നെ അവിടെ തട്ടിത്തടഞ്ഞ് വീഴും. എനിക്ക് വഴുക്കുക പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ള സംഭവം. അപ്പോൾ അവിടെ തന്നെ ഒന്ന് കളിച്ചോളാം പറഞ്ഞു. ഞാൻ മേല് കഴുകി വന്ന് അവനൊന്നും വിളിച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ ചായയൊക്കെ കുടി കഴിഞ്ഞതല്ലേ. അപ്പോൾ ഒന്ന് കയ്യും കാലും കഴുകിക്കോ പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചതാ. അപ്പോൾ അവനും മേല് കഴുകണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നേരത്തെ നീ മേല് കഴുകിയല്ലോ, ഇനി എന്തിനാ എപ്പോഴും കഴുകണം? അപ്പോൾ ഞാൻ മേയർത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വേണ്ട, പോയി കളിച്ചോളാൻ പറഞ്ഞു. ഇനിയും എന്താ ചെയ്യണ? ഇന്നലെ ഉച്ചയ്ക്ക് ഇങ്ങനെ സിനിമ എന്തോ കണ്ടിരിക്കുമ്പോഴാട്ടാ നമ്മുടെ ഫിഷ് ടാങ്കിക്ക് വെറുതെ നോക്കിയപ്പോൾ അതിൽ നമ്മുടെ ഗപ്പിയിൽ ഇപ്പം 2 ഉള്ളൂ കേട്ടോ. ഓറഞ്ച് 2 ചത്തു. അപ്പോൾ അത് മണി പ്ലാന്റിൻ്റെ ഇലയമ്മ ഇങ്ങനെ തട്ടിയിട്ട് അതിന് നീന്താൻ പറ്റാണ്ട് ആകെ ഇതായിട്ട് കിടക്കുക. അപ്പോൾ എനിക്ക് പാവം തോന്നിയതിനൊന്ന് സൗണ്ട് എടുക്കാൻ പോലും പറ്റണില്ലല്ലോ. എന്നിട്ട് ഞാൻ ഇല ഒന്ന് മാറ്റി കൊടുത്തപ്പോൾ സുഖമായിട്ട് നീന്തി. ഇവിടെ വെക്കല്ലേ, ഞാൻ വിളക്ക് വയ്ക്കാൻ പോവാ. ഇവിടെ എന്നാ ടേബിളിൻ്റെ താഴെ കൊണ്ട് വെച്ചോ. JCB ഇരിക്കില്ലേ, അവിടെ തന്നെയല്ലേ വെക്കാറ് സാധനങ്ങളൊക്കെ. അതിൻ്റെ ഉള്ളിൽ ഒതുക്കി കയറ്റി വെക്കിട്ടോ. ഒളിപ്പിച്ച് വെക്കേ.
ഇത് വെക്കണമെങ്കിൽ ഒരു 2 മിനിറ്റ് ആയിട്ടേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെക്കാക്കി വെക്കും. കാണാൻ നീരപ്പനെ കൊണ്ട് ഇന്നും ഞാൻ നാമം ചൊല്ലിപ്പിക്കാറുണ്ട്. വിളക്ക് വെക്കാൻ പറ്റണ ദിവസമൊക്കെ നാമം ചൊല്ലിപ്പിക്കും കേട്ടോ. അപ്പോൾ വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ചെറിയ ചെറിയ ഓരോ നാമങ്ങൾ. എവിടെ പോയാലും നമ്മുടെ കുട്ടിക്ക് ദൈവവിശ്വാസം വേണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണതാ. അപ്പോൾ നാമം ചൊല്ലൽ ഞാൻ അവൻ്റെ കൂടെ ഇരുന്നു കേട്ടോ. പോയിട്ട് ഇരിക്കാറൊന്നുമില്ല. കുറേ ഇപ്പോൾ ഒരാഴ്ചത്തോളമായി ഞാനും വിളക്ക് വെച്ചിട്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ കുറച്ച് ഇടവേള കഴിഞ്ഞ് വിളക്ക് വയ്ക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ ചൊല്ലാൻ. അപ്പം ഞാൻ സഹസ്രനാമം ചൊല്ലണം. അതിന് തൊട്ട് മുന്നേ നീരപ്പനെ കൊണ്ട് നാമം ചൊല്ലിപ്പിക്കുമ്പോഴേ ഞാനും കൂടെ ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. ഇവനും വലിയ ഇഷ്ടമാട്ടോ നാമം ചൊല്ലാൻ. മറ്റേ ചെറിയൊരു നിലവിളക്ക് പോലത്തെ ഇല്ല, അത് കത്തിക്കാനാ പറയാ. പക്ഷെ ഞാൻ ഇതാണ് എളുപ്പത്തിന് കത്തിക്കാതെ ഓർഡർ അടച്ചിടാലോ. ചാടിക്കോ ചാടിക്കോ. അരുണാം കരുണാതരംഗദാക്ഷീം ധൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാതിവിരാവൃതാം മയൂഖൈ അഹമിത്യേവ വിഭാവയേ ഭവാനീം. ശ്രീമാതാ ശ്രീമഹാരാജ്ഞി ശ്രീമത്സിംഹാസനേശ്വരി ചിദന്തികുണ്ട സംഭൂത ദേവകാര്യ സമുദ്യത ഉദ്യത്മാനുസഹസ്രാഭ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ പാശാട്യ ക്രോധാജ്ഞാത ഷഡദ്വാദീതരൂപിണി അവ്യജ കരുണാമൂർത്തി ശ്രീലളിതാ സഹസ്രനാമ സ്തോത്രം സമ്പൂർണ്ണ. ശ്രീ മഹാദേവിയേ നമഃ. 7 മണിയാവും കേട്ടോ. ഇനി തുണികൾ എടുക്കാണ്ട് ബാക്കുന്നു. ഇരട്ടായി. അടുക്കളയ്ക്ക് ചെന്ന് നോക്കിയപ്പോഴാട്ടോ തുണികളൊന്നും എടുത്ത് വെച്ചിട്ടില്ല. അപ്പം ഞാൻ ഈ നേരത്തൊന്നും പുറത്തിറങ്ങാറിലേക്ക് നല്ല പേടിയാണ് കേട്ടോ. എന്നാലും രക്ഷയിൽ നിന്ന് പെട്ടെന്ന് നേരെ വെളുക്കല്ല, നേരം എന്താ പറയുക ഇരുട്ടി. 7 മണി 7:15 ചില ദിവസങ്ങളിൽ ഇരുട്ടാവാറില്ല. ഇപ്പം എന്തോ അങ്ങനെ നീരപ്പൻ്റെ കയ്യിൽ കൊടുത്തു വിട്ട് തുണികൾ. അങ്ങനെ ഞാൻ എന്തെങ്കിലുമൊക്കെ പണി ഏൽപ്പിക്കും കേട്ടോ. അങ്ങനെ ഞാൻ അടുക്കളയ്ക്ക് നേരെ വന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമല്ല കുറച്ചധികം ദിവസമായിട്ട് നേരത്തെ ചോറ് വയ്ക്കും. ഞാൻ പറയാറില്ലേ, കേടാവുക, ചോറും കറിയൊക്കെ കേടാവുക. രാത്രി ആകുമ്പോഴേക്കും കറിയിലൊക്കെ ഇങ്ങനെ പതച്ച് വരിക. അപ്പോൾ പിന്നെ നമ്മൾ ആ സമയത്ത് എന്തോ ഇഷ്ടമാവണില്ല. അങ്ങനെ ഞാൻ രാവിലെ കഞ്ഞി കൊടുത്തു, ഉച്ചയ്ക്ക് ചോറ് കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ രാത്രി എന്താ വേണ്ടേ ചോദിച്ചപ്പോൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പോൾ കുറേ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ ആശീർവാദമൊക്കെ മേടിച്ചും വെച്ചിട്ടുണ്ടെങ്കിൽ ആശീർവാദ് ഈ ഗോതമ്പ് പൊടി കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമാണ്, നല്ല സോഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മാവേലിയിൽ നിന്ന് മേടിച്ചതാണ്. അങ്ങനെ ആ പൊടിയൊക്കെ ഇട്ട് വെക്കുമ്പോൾ നീരപ്പനോട് ഞാൻ ചോദിച്ചു മുന്നേ കൂട്ടി എന്താ കറി വേണ്ട. അപ്പോൾ മുട്ടക്കറിയും പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ചപ്പാത്തി മുട്ടക്കറി എനിക്ക് എന്തോ ഉണ്ടാക്കാണ്ടേ ഈ പരിസരത്തേക്ക് വരപ്പോൾ തട്ട് കൊടുത്ത് പലകി എടുത്ത് ഇത് കുഴച്ചുണ്ടാക്കിയിട്ട് അതിലിട്ട് പരത്തി ചുട്ട് അയ്യോ. പിന്നെ പൊടിയായി ഓർത്ത് മുഴുവൻ ക്ലീനും ചെയ്യണം. മൊത്തത്തിൽ എനിക്ക് ഭയങ്കര മടിയിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ. ഗോതമ്പ് ദോശയാകുമ്പോൾ വെറുതെ കലക്കിയിട്ട് അങ്ങോട്ട് പാനിലേക്ക് ഒഴിച്ചാൽ മതിയല്ലോ. അങ്ങനെ എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ചിട്ട് പക്ഷേ എന്തിനാണാവോ അങ്ങനെയൊക്കെ ഇവരെന്താണാവോ ചപ്പാത്തി പറയാതൊക്കെയുള്ള ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. പണിയെടുക്കാണ്ടേ മടിയത്തേ തോന്നിട്ടോ. അങ്ങനെ വേഗം പരത്തിയെടുത്തു. പരത്തണേൻ്റെ ഇടയിലേ വെള്ളത്തിരി കൂടിയിട്ടോ. മുട്ടയൊക്കെ പുഴുങ്ങാൻ വെച്ചിട്ടേ ഓടി വന്ന ഒരു 5 മിനിറ്റ് നീരപ്പൻ്റെ കൂടെ കിടന്നു കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോയും കൂടെ പോസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഫേസ്ബുക്കിലൊക്കെ ഞാൻ അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ ഇരുന്ന ഷോർട്സ് തന്നെ കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ ചെന്നതാ. പിന്നെ അതാ അടുക്കളയ്ക്ക് ഓടി വന്നു. നീരപ്പനെ ഓടി വന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ
കുടിച്ചൂല, കുടിച്ചിട്ടാ തന്നതല്ലേ നമുക്ക്, അതൊന്നും കിട്ടാനില്ല. അതിങ്ങനെയൊക്കെയോ? ഓ മൈ ഗോഡ്, ടാസ്കി പണികളാണ്. എന്തോ സഹായിക്കണ്ട, അതാണ് നമുക്ക് നല്ലത്. ഇത് ഒട്ടുണ്ട് വെള്ളം കൂടി. തരാം തരാം, ലാസ്റ്റ് തരാം. 3 എണ്ണം പറ്റിയിട്ട് 4ാമത്തെ നീ പറ്റിക്കോ. നിനക്ക് എത്ര ചപ്പാത്തി വേണം? 3 എണ്ണം. കയ്യിലേക്ക് ഇതെന്താ ഇതാണ് നിന്നെ ഇവിടെ അടുപ്പിക്കാത്തത്. ഓക്കെ, വേണ്ട, ഞാൻ എടുത്തോളാം. അന്നപ്പെടുത്തത് ഇങ്ങനെയാണോ നീ സഹായിക്കാവുന്ന? അത് നല്ല സഹായ. നീ ഇവിടെ നിന്നോ, നിന്നെ അപ്പോയിന്റ് ചെയ്തേക്കണോ ജോലിക്ക്, ചപ്പാത്തി മേക്ക്. ഓക്കെ, ലീവില്ല കേട്ടോ. കാർട്ടൂൺ കാണാനൊന്നും പോകാൻ പറ്റില്ല. നമുക്ക് നാളെ പണി കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ. ഓക്കെ, അത് മതിയില്ലേ? ഓക്കെ, വേണ്ട, കഴിഞ്ഞു. ചെക്കന്മാരെ നല്ല രസമാട്ടോ അവരോട് സംസാരിച്ച് നിൽക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ ചെക്കൻ കുട്ടികളോട്. നമ്മൾക്ക് നല്ല കമ്പനി അടിച്ച് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുക. അപ്പോൾ എന്തൊക്കെയോ വിശേഷങ്ങൾ നിന്നെ ഈ ജോലിക്ക് എടുത്തിരിക്കണു, അങ്ങനെ അങ്ങനെ ഇതൊക്കെ ഓരോ പുള്ളു അടിച്ച് നിൽക്കണേ. വൃത്തികേടായിട്ട് കഴിക്കാട്ടോ. അതിരി വൃത്തിയാക്കിയിട്ട് നമുക്ക് ചപ്പാത്തി ചൂടാം. അതിൻ്റെ ഇടയിൽ എന്താണ്ടൊക്കെയോ പറഞ്ഞ് അവിടെ കരച്ചിലും വിളിയൊക്കെ തുടങ്ങിയിട്ടോ. പിന്നെ ഞാൻ എന്താ അങ്ങോട്ട് ചെന്ന് കോംപ്രമൈസ് ആക്കി. എന്താ സനേഷനോട് ഫോണിൽ സംസാരിക്കുന്നുണ്ട്, അല്ലാതെ ഇപ്പോഴല്ല, എന്തോ സംഭവമായിട്ട് ഇങ്ങനെ വിളിപ്പിച്ചതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഓടി വന്ന് ഗോതമ്പ് പൊടിയൊക്കെ അതാ ഡപ്പയിലാക്കി. ഇനി ഇവിടെ ക്ലീൻ ചെയ്യണമെങ്കിൽ ഭയങ്കര മടിയാട്ടോ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ. പിന്നെ ഞാൻ നീരപ്പൻ്റെ പാൻറ്റ് തുണിയോളാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ തുടയ്ക്കാനൊക്കെ വെക്കുക. ഇത് ചെറുപ്പത്തിൽ അവൻ്റെ പാൻറ്റൊക്കെ നല്ല സുഖത്തോട് തുടച്ചെടുക്കാൻ കാണുമ്പോൾ ഒരു കൂള ഫീലിംഗ് അല്ലേ. എന്നാലും ഞാൻ അതുകൊണ്ട് ഇനി തുടയ്ക്കുക. ചില സമയത്ത് ടർക്കി മറ്റേ കിച്ചൺ ടവലുണ്ടല്ലോ, അത് മേടിക്കണം എന്നൊക്കെ വിചാരിക്കും. ഓർഡർ ചെയ്യുന്ന സമയത്ത് അയ്യോ പൈസ കളഞ്ഞില്ല, ഇത് മേടിക്കണ്ടേ, നമുക്ക് നമ്മുടെ പഴയ തുണി തന്നെ മതി എന്ന് പറഞ്ഞ് ചില സമയത്ത് ഒരു പിശുക്കി തള്ളയായിട്ട് ഞാൻ അത് മേടിക്കില്ല. അങ്ങനെ മുട്ടക്കറിക്കുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞ് ചപ്പാത്തി ചൂടാൻ നിൽക്കുമ്പോൾ സനേഷേട്ടൻ വിളിച്ചു കേട്ടോ. അപ്പോൾ 2-3 ചപ്പാത്തി ചുടുമ്പോഴേക്ക് സനേഷേട്ടൻ വിളിയായി. പിന്നെ നീരപ്പൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു. അടുക്കളയിൽ വൈഫൈ കിട്ടില്ല, അപ്പോൾ അവിടെ പോയിരിക്കണം, അല്ലേ പിന്നെ മൊബൈൽ ഡാറ്റ തീരും. ഞാനിപ്രാവശ്യം 3 GB ആയിട്ടാണ് കയറ്റിയത്. അതുകൊണ്ട് ചാരൻ്റെ കൊടുത്തു, അല്ല ഉണ്ണിയുടെ കയ്യിൽ കൊടുത്തു വിട്ടു ഫോൺ. വിളിച്ചിട്ടേ കറിക്ക് റെഡി ആയിട്ടാ, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മുട്ടക്കറി റെഡി ആയിട്ടാവും. ഞാൻ കടുക് പൊട്ടിച്ചിട്ട് അതിൽ സബോള, തക്കാളി, പച്ചമുളകൊക്കെ ഇട്ടു. പിന്നെ ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റ് ഇല്ലേ അതിട്ടു. അതൊക്കെ മൂത്തപ്പം മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മീറ്റ് മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി വേപ്പിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ നല്ലൊരു മണം വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക. അങ്ങനെ അതൊക്കെ കൂടി സെറ്റാകുമ്പോൾ കുറച്ച് മല്ലിയില ഇടുക. പിന്നെ ആ കോഴിമുട്ട പുഴുങ്ങിയില്ലേ അത് കൂടെ ഇട്ടു. അങ്ങനെ നല്ല ടേസ്റ്റുള്ള മുട്ടക്കറി ആയിട്ടോ. സിമ്പിൾ പരിപാടിയാണ്, സ്വാദുമുണ്ട്. 8 മണിക്ക് ആകുമ്പോഴേക്ക് നീരപ്പം തുടങ്ങൂട്ടാ. സാധാരണ ഇത്ര ലേറ്റ് ആവാറില്ല. അപ്പോൾ ഫോൺ വിളിയും പിന്നെ ഇവന് ചപ്പാത്തി മതിയേ പറഞ്ഞ് നല്ല വിളിച്ചപ്പോൾ പിന്നെ സമയം ഉള്ളത് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി. അതിൻ്റെ ഇടയിൽ നീരവേ നടക്കിടക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഇനി ഉറങ്ങിപ്പോയാവോ വിചാരിച്ചിട്ട് ചില ദിവസം അങ്ങനെ ഉറങ്ങി പോകാറുണ്ട്. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ വേണ്ടെന്നൊക്കെ പറയും. ഞാൻ നിർബന്ധിച്ച് അങ്ങനെ കഴിപ്പിക്കും. അങ്ങനത്തെ അവൻ്റെ പ്ലേറ്റിക്ക് മുട്ടക്കറി എല്ലാ സംഭവങ്ങളും ഇട്ടിട്ട് അങ്ങനെ കൊണ്ട് കൊടുക്കുകയാണേ. Смотри, двигаешь рычаг под себя, выдвигается вперед и становится длиннее. Тянешь рычаг на себя. Цепляй плиту, бегемот! Бегемот помог котенку, и вместе они быстро разгрузили груз.
എന്റെ കഴിക്കല് കഴിഞ്ഞു. ഇനി നീരപ്പൻ. ഇത് ഇന്ത്യ. Санта-Клаус и олени посмотрели сначала на машину котенка, потом на кучу разбросанных подарков. എൻ്റെ അമ്മ ഇവിടെ ഒരാൾ എപ്പോഴും കൊറിയൻ കാർട്ടൂണാട്ടോ. പിന്നെ ഒരു ആൻറ്റീസ്ന്നോ അങ്ങനെ എന്താ പറഞ്ഞ ഉറുമ്പുകളുടെ ഒരു കാർട്ടൂൺ ഉണ്ട്. അത് കേട്ടിട്ട് ഇപ്പോൾ കൊറിയൻ ഭാഷ എന്തൊക്കെയോ പറയാൻ തുടങ്ങി. അപ്പം എനിക്ക് ചിരി വരും അത് കേൾക്കുമ്പോൾ. ഞാൻ ചിരിച്ച് രസം കേട്ടോ കേട്ടിരിക്കാൻ. ഇതെന്റെ കാല് വെക്കട്. അങ്ങടെ എത്തണില്ല അല്ലേ. ഗുഡ് ബോയ്. വാ ചിരിക്കും. പാവം പഞ്ഞിക്കുട്ടി, കുഞ്ഞിക്കുട്ടി. ഒങ്ങാൻ പോവാം. താഴെ കിടക്കുറയ്ക്കാം. ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. ഇവിടെ എന്താ മമ്മി ഗുഡ് നൈറ്റ് പോലെ. കിടന്നോ? ആ ജെല്ലൊന്ന് അടയ്ക്കൂ കണ്ണാ. ജെല്ല ഇത് ഞാനേ വായിച്ചിട്ട് അവിടെ വെച്ചതാ. കുറച്ച് നാളായി ഈ വായനശാലയ്ക്ക് പോകുമ്പോൾ എൻ്റെ പൈസ പോയോ എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. കാരണം നല്ല ബുക്കൊന്നും കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഇപ്രാവശ്യം ചെന്നപ്പോൾ എനിക്ക് ഉദ്ദേശിച്ച ബുക്ക് തന്നെ കിട്ടിയ അരണ്യവാസം പറഞ്ഞിട്ട്. എന്താ പറയുക, നല്ല രസമുണ്ട്. ഒരു നോവലാണ് കേട്ടോ. ഒരു ഭാര്യയും ഭർത്താവും മാരേജ് ആണേ. അപ്പോൾ വീട്ടുകാരുടെ സമ്മതമില്ലാണ്ട് നേരെ ഒരു വാടക വീട്ടിലേക്ക് വരലും ആ വാടക വീട്ടിൽ ഇവർ ഫേസ് ചെയ്യണ കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. ആ വീട്ടിൽ ഒരു അമ്മ താമസിക്കുന്നുണ്ട് കേട്ടോ. അമ്മ എന്ന് പറയുമ്പോൾ ഒരു അമ്മൂമ്മ പ്രായമായിട്ട്. പക്ഷേ എല്ലാവരും പറയണു തലയ്ക്ക് എന്തോ പ്രശ്നമുള്ള ഒരു അമ്മൂമ്മയാണ്. പക്ഷേ അതെന്താ സംഭവം എന്നൊക്കെ ഇനി വായിച്ച് അറിയാൻ പറ്റുള്ളൂ. ഞാൻ മെല്ലെ എല്ലാം പറയാം കേട്ടോ, ഷോർട്സിലിടാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ക്യാമറമാൻ പറയ്. പ്രവീൺ മച്ചാനോടൊപ്പം നാളെ പോലെ ഗുഡ് ഈ സൈഡ് ഇതുണ്ട് വെള്ളില്ല. ഈ ബാക്കിയുള്ള വെള്ളമുള്ളൂ. കൂടുതൽ വെള്ളം നോങ്ങിക്കൂടെ പോയി.